നമസ്കാരം. 20th അവറാണ്. നിഗൂഢതകൾ 20-ാം മണിക്കൂർ. പ്രണയവിവാഹത്തെ പിന്തുണച്ച ഒരു മധ്യവയസ്കന്റെ കാല് കല്ലുകൊണ്ട് തല്ലി ചതച്ചൊടിക്കുക. ഇത്ര ക്രൂരമായിട്ടുള്ള ദൃശ്യങ്ങളാണ്. അത് നമ്മുടെ തൊട്ടടുത്താണ്. ആ വാർത്തയിലേക്ക് എത്താം. ഒപ്പം തന്നെ ഡൽഹിയിൽ ഒരു ഭർത്താവ് അവൻ്റെ ഭാര്യയെയും 3 പെൺമക്കളെയും കഴുത്തറുത്ത് നിഷ്ഠൂരമായി കൊന്നതിനു ശേഷം ഒളിവിൽ പോയിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്തെന്നോ? ആൺകുട്ടി വേണമെന്നുള്ള ആഗ്രഹം. ഈ വാർത്തയിലേക്ക് വിശദമായി എത്തുന്നു. സ്വാഗതം 20th അവറിലേക്ക് ഒരിക്കൽ കൂടി. കേടാകാതിരിക്കാൻ പഴങ്ങളിൽ പുരട്ടിയത് എലിവിഷം. 2 കച്ചവടക്കാർ പിടിയിൽ. നടപടി വീഡിയോ ദൃശ്യം പ്രചരിച്ചതിനു പിന്നാലെ. മുംബൈയിലെ മാലഡ് പ്രദേശത്തെ ഒരു ലോക്കൽ മാർക്കറ്റിലാണ് ഈ സംഭവം. മനോജ് കുമാർ കേസർവാനി, ബിപിൻ കേസർവാനി, ഈ സഹോദരങ്ങളാണ്. ഈ പഴം കച്ചവടം ചെയ്യുന്നവരാണ്. അവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. എന്താണ് കാരണം? വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന പഴവർഗ്ഗങ്ങളിൽ ഇവർ എലിവിഷം പുരട്ടും. കേടാകാതിരിക്കാൻ എലിവിഷം ബെസ്റ്റ് ആണെന്നാണ് ആ കച്ചവടക്കാർ പറയുന്നത്. അങ്ങനെ അവിടെ ഫ്രൂട്ട്സ് വാങ്ങാൻ, പഴങ്ങൾ വാങ്ങാൻ എത്തിയവർ ഈ സമൂഹ മാധ്യമങ്ങളിൽ ഇട്ട ഒരു വീഡിയോ, ആ വീഡിയോ പങ്കുവെച്ചതോടുകൂടിയാണ് ആളുകൾ ഈ കാഴ്ച കണ്ട് ഞെട്ടിയത്. ഈ വീഡിയോയും ഈ ചിത്രങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചു. അങ്ങനെ പോലീസ് നടപടിയിലേക്ക് പോകേണ്ടി വന്നു. നമുക്കാദ്യം റാറ്റോൾ എന്ന എലിവിഷം പരട്ടുന്നുണ്ട് എന്നുറപ്പാക്കുന്ന വീഡിയോ കാണാം. लगा दिया है पूरा। देख ये देखिए बच्चे लोग खाते हैं ये, तो इधर ये लगा रहा है। मेरी बात सुन लीजिए, ये देखिए को लगा रहा है, ये मैं अभी लेने वाला था। ये देखिए सब पूरा इधर लगा के रखा है। मैं खराब मेले में, अरे तो ये तू तेरा चूहा खाएगा तो उसके बदले तू. ഈ പുറത്തുനിന്ന് ഈ വീഡിയോയിൽ കച്ചവടക്കാരൻ തന്റെ കയ്യിലിരുന്ന എലിവിഷം പഴത്തിൽ പുരട്ടിയതായി കാണാം. വിൽപ്പനയ്ക്കായി വെക്കുന്ന പഴങ്ങൾ നശിച്ചു പോയെന്ന് പറഞ്ഞാണ് അയാൾ ആ വിഷം ആ പഴങ്ങളിൽ പുരട്ടുന്നത്. ഇത് കണ്ടു നിന്ന മറ്റൊരാൾ കച്ചവടക്കാരനെ തടയാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാലും ഈ പഴങ്ങൾ കുട്ടികൾ കഴിക്കുന്നതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ കച്ചവടക്കാരന്റെ മറുപടിയാണ് ഏറ്റവും രസകരം. കേടാകാതിരിക്കാൻ അത് നല്ലതാണ് എന്നാണ്. ഈ എലിവിഷം പുരട്ടിയിരിക്കുന്നത് ആ ദൃശ്യങ്ങളിൽ വളരെ സൂക്ഷിച്ചു നോക്കിയാൽ ഓരോ പടത്തിലും എടുത്ത് ആ എലിവിഷം ഇങ്ങനെ പേസ്റ്റ് പോലെ തൂത്തു വെച്ചിരിക്കുന്നത്, പുരട്ടി വെച്ചിരിക്കുന്നത് കാണാൻ കഴിയും. बच्चे लोग खाते हैं ये, तो इधर ये लगा रहा है। मेरी बात सुन लीजिए, ये देखिए को लगा रहा है, ये मैं अभी लेने वाला था। ये देखिए सब पूरा इधर लगा के रखा है। मैं खराब मेले में, अरे तो ये तू तेरा चूहा खाएगा तो उसके बदले तू वीडियो। मैं खराब केले में, इधर दो वो दिखाओ। लगा दिया है पूरा। देख ये देखिए बच्चे लोग खाते हैं ये, तो इधर ये लगा रहा है। मेरी बात सुन लीजिए, ये देखिए को लगा रहा है, ये मैं अभी लेने वाला था। ये देखिए सब पूरा इधर लगा के रखा है। मैं खराब मेले में, अरे तो ये तू तेरा चूहा खाएगा तो उसके बदले तू. ആ കച്ചവടം നടത്തുന്ന 2 പേരെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. മാലഡ് പ്രദേശവാസിയായിട്ടുള്ള കുനാൽ സലുങ്കെ നൽകിയ ഒരു പരാതി, അതിലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ പ്രതികളുടെ കട അത് പൂട്ടിക്കുകയും ചെയ്തു. ഇനി പഴവർഗ്ഗങ്ങളിൽ എലിവിഷം പുരട്ടുന്നത് പൊതുജനാരോഗ്യത്തിന് വലിയ തരത്തിൽ ഭീഷണി ഉണ്ടാകുമെന്നും ഈ കുനാൽ സലുങ്കെ എന്ന പരാതിക്കാരൻ ആ പരാതിയിൽ പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അത് എത്രമാത്രം ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നം ഉണ്ടാകുമെന്ന് നാം ഊഹിക്കാം. എന്താണെങ്കിലും അന്വേഷണം നടക്കുന്നതാണ് പോലീസ് പറയുന്നത്. मालाड के एक दक्षिण नागरिक कुणाल साळुंखे इन्होंने हमारे पास आके कंप्लेंट दिया कि पन्नालाल घोष राजनपड़ा 2 फल विक्रेते
मनोज केसरवानी और विपिन केसरवानी ये अपने फलों को रेटॉल जो चूहा मारने की दवा है उसको लगा के वो बेच रहे थे। इसके कारण समस्त लोगों के जान माल को धोखा था, उनकी जीवित हानि हो सकती थी। उसके मद्देनज़र हमने तत्काल गुना दाखिल किया है और दोनों फल विक्रेता को हमने डिटेन किया है। ലോക്കൽ മാർക്കറ്റുകളിൽ നിന്ന് എന്ത് വിശ്വസിച്ച് പഴവർഗ്ഗങ്ങളൊക്കെ വാങ്ങും എന്നുള്ള സ്വാഭാവിക ആശങ്കയാണ് ഈ ദൃശ്യങ്ങൾ, ഈ കേസൊക്കെ കാണുമ്പോൾ ജനങ്ങൾക്കുണ്ടാവുക. പഴങ്ങൾ കേടാകാതിരിക്കാൻ, മറ്റു ജീവികൾ പഴങ്ങൾ നശിപ്പിക്കാതിരിക്കാനുമൊക്കെ എലിവിഷം പുരട്ടിയെന്ന് വളരെ ലാഘവത്തോടുകൂടി ആ പ്രതികളൊരാൾ ചോദ്യം ജയിലിൽ പോലീസിനോട് പറയുകയും ചെയ്തു. ഇനി മറ്റൊരു ദൃശ്യം കൂടി കാണാം. ഇത് ഒരാഴ്ച മുമ്പത്തേതാണ്. ഈ എലിവിഷം പുരട്ടിയ ഈ കേസുമായി യാതൊരു ബന്ധവുമില്ല കാണാൻ പോകുന്ന ദൃശ്യത്തിൽ. കോമണായി പറഞ്ഞാൽ അതിലൊന്നു മാത്രമുണ്ട്, എലി. പഴക്കച്ചവടക്കാരനുമല്ല. ഇത് അമൃത്സറിലെ ഒരു ഗോൾഗപ്പ വിൽക്കുന്ന കടയിൽ നിന്നുള്ളതാണ്. ഗോൾഗപ്പയുടെ മസാലയിൽ നിന്നും ജീവനോടെ ചാടി വരുന്നു ഇതാ ഒരു മൂഷികൻ. ആ മസാലയുടെ പാത്രത്തിൽ നിന്ന് ജീവനോടെയുള്ള ആ ഓട്ടം കണ്ടല്ലോ. എന്താണെങ്കിലും ഇൻസ്റ്റാഗ്രാം കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള കരൺബീർ സിംഗ് എന്നയാൾ, അയാളാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തതും പങ്കുവച്ചതും. ഒരു റോഡ് സൈഡ് ഫുഡ് ചലഞ്ച് വീഡിയോ ഷൂട്ട് ചെയ്യുകയായിരുന്നു, ചിത്രീകരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ സംഭവം അയാളുടെ ക്യാമറയിൽ പെടുന്നത്. കഴിക്കുന്ന ഓരോ ഗോൾഗപ്പയ്ക്കും 50 രൂപ വെച്ച് കൊടുക്കുന്ന ഒരു ഫുഡ് ചലഞ്ചാണ്. അപ്പോൾ അത് ചിത്രീകരിക്കുന്നതിനിടെയാണ് ഈ കരൺബീർ സിംഗും ഒരു സുഹൃത്തും ഈ അമൃത്സറിൽ ഈ കടയിലെത്തിയത്. ചലഞ്ച് പകുതിയായപ്പോഴാണ് ആ ഗോൾഗപ്പയുടെ മസാലയിൽ നിന്ന് ഇത്തരത്തിലൊരു എലി ഇങ്ങനെ ചാടി വരുന്നത്, അല്ലെങ്കിൽ ആ ഗോൾഗപ്പ വിൽക്കുന്ന ആള് ആ എലിയെടുത്ത് പുറത്തേക്ക് കളയുന്നത്. വഴിയരികിൽ നിന്ന് വലിച്ചു വാരി നമ്മൾ ഓരോന്നൊക്കെ വാങ്ങിക്കഴിക്കുമ്പോൾ ഇത്തരം ചില കാര്യങ്ങൾ കൂടി ഓർമ്മയിൽ വയ്ക്കുന്നത് നല്ലതാണ്. ശുചിത്വവും ഉത്തരവാദിത്വവും ഉള്ള നിരവധിയായിട്ടുള്ള സ്ട്രീറ്റ് ഫുഡ് വെൻഡേഴ്സ്, ഫുഡ് സ്റ്റോളുകളൊക്കെ നമുക്ക് ചുറ്റുമുണ്ട്. അവരെ അധിക്ഷേപിക്കുകയൊന്നുമല്ല, പക്ഷേ നമ്മൾ സൂക്ഷിക്കണം ഓരോന്നും തിരഞ്ഞെടുക്കുമ്പോൾ. ഇടഞ്ഞ കാമുകയെ ഇംപ്രസ് ചെയ്യാനായിട്ട് ഓഫീസ് കെട്ടിടത്തിന് ബോംബ് ഭീഷണി മുഴക്കി ഇമെയിൽ അയച്ച അഭിഭാഷകൻ അറസ്റ്റിൽ. ഹരിയാനയിലെ ഗുരുഗ്രാമിൽ നടന്ന സംഭവമാണ്. കൊൽക്കത്തയിൽ നിന്നുള്ള 29 വയസ്സുകാരനാണ് ആ അഭിഭാഷകൻ. പേര് അനികേത് പോൾ. ലണ്ടനിൽ നിന്ന് നിയമത്തിൽ ബിരുദാനന്തര ബിരുദമൊക്കെ നേടിയ ആളാണ്. ഗുരുഗ്രാമിലെ ഒരു കമ്പനിയിൽ ലീഗൽ എക്സ്പേർട്ടായി ജോലി നോക്കുകയാണ്. ഈ ഗുരുഗ്രാമിലെ തന്നെ DLF ഹൊറൈസൺ സെന്ററിലേക്കാണ് ഇയാൾ ഒരു ബോംബ് ഭീഷണി മുഴക്കി ഇമെയിൽ അയക്കുന്നത്. എന്തിനാണ് ഇങ്ങനൊരു വ്യാജ ബോംബ് ഭീഷണി മുഴക്കി ഇമെയിൽ അയച്ചത്? കാരണം പറയാം. അനികേതിനൊരു പ്രണയിനിയുണ്ട്. എന്നാൽ അവളുമായി തർക്കത്തിലായിരുന്നു കുറച്ച് നാളുകളായി. ഇതേ തുടർന്ന് അനികേതിനോട് സംസാരിക്കുന്നില്ല, ഇടപെടുന്നില്ല. അനികേതിന് അറിയാമായിരുന്നു അവൾക്ക് ഒരു ഇന്റർവ്യൂ ഈ ദിവസം ഗുരുഗ്രാമിലെ തന്നെ ഈ DLF ഹൊറൈസൺ സെന്ററിൽ നടക്കാനുണ്ടെന്ന്. അങ്ങനെ DLF ഹൊറൈസൺ സെന്ററിന്റെ ഇമെയിൽ അഡ്രസ്സൊക്കെ കണ്ടുപിടിക്കുകയാണ്. ആ ഇമെയിൽ അഡ്രസ്സ് കണ്ടുപിടിച്ചു, നേരെ വെച്ച് കാച്ചി ബോംബ് പൊട്ടാൻ പോകുന്നു ആ കെട്ടിടത്തിൽ നിന്ന് ഒരു ബോംബ് ഭീഷണി. ആ ഭീഷണി മുടക്കുമ്പോൾ അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ആശങ്കയുണ്ടല്ലോ, അവിടെ ഉണ്ടാകുന്ന ഒരു പരിശോധനകൾ, പോലീസ്, ബോംബ് സ്ക്വാഡ്, ഇതൊക്കെ. ആ ആശങ്കയിൽ തൻ്റെ കാമുകി തന്നെ വിളിക്കും, തൻ്റെ സഹായം തേടും. ഇതൊക്കെയായിരുന്നു ഇയാളുടെ കണക്കുകൂട്ടൽ. അങ്ങനെ പ്രശ്നമൊക്കെ പരിഹരിച്ച് വീണ്ടും ആ പ്രണയം ഊഷ്മളമാക്കാം എന്നുള്ള ശ്രമത്തിലായിരുന്നു ആ ബോംബ് ഭീഷണി. എന്താണെങ്കിലും DLF ഹൊറൈസൺ സെന്ററിൽ നിന്ന് പോലീസിൽ പരാതി എത്തുന്നത് രാവിലെ 9:15.
സുശാന്ത് ലോക് പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ പരാതി പ്രകാരം രജിസ്റ്റർ ചെയ്തു. ബോംബ് സ്ക്വാഡിനെയും ഡോഗ് സ്ക്വാഡിനെയും ഒക്കെ അയച്ച് പരിശോധനയൊക്കെ നടത്തി. സംശയാസ്പദമായി ഒന്നും കണ്ടില്ല. അപ്പോൾ ഏറെക്കുറെ വ്യക്തമായി അതൊരു വ്യാജ ഭീഷണിയാണെന്ന്. അങ്ങനെ പോലീസ് ഇതിന്റെ ഉറവിടം തേടി. ആ അന്വേഷണത്തിൽ ഗുരുഗ്രാം പോലീസ് സെക്ടർ 31 നിന്ന് ഈ നിക്കേതിനെ വളരെ പെട്ടെന്ന് തന്നെ പൊക്കി അറസ്റ്റ് ചെയ്തു. ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലമൊന്നുമില്ല. പക്ഷെ കാര്യം കേട്ടപ്പോൾ പോലീസിന് തന്നെ പാവം തോന്നിക്കാണും. സ്വന്തം കാമുകിയെ ഇംപ്രസ് ചെയ്യാനല്ലേ, പക്ഷേ ഒരു വ്യാജ ബോംബ് ഭീഷണിയാണ് അയാൾ മുഴക്കിയത്. അതുകൊണ്ട് തന്നെ നിയമ നടപടി നേരിടേണ്ടി വരുമെന്ന് ഉറപ്പ്. ഇത്തരം നിഗൂഢമായിട്ടുള്ള വാർത്തകളുമായി 20th അവർ വീണ്ടും നാളെ എത്തും 20-ാം മണിക്കൂറിൽ. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.